റഹീമിന് നാട്ടിലെത്താൻ ഇനിയും കടമ്പകളേറെ. സൗദിയിലെ ജയിലിൽ കഴിയുന്ന ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ തിരക്കിട്ട ശ്രമങ്ങൾ. മരിച്ച സൗദി പൗരന്റെ അഭിഭാഷകനുമായി ഇന്ന് തന്നെ കൂടിക്കാഴ്ചയ്ക്കായി റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ കമ്മിറ്റി സമയം തേടി. ദയാധനമായ 34 കോടി രൂപ സമാഹരിച്ചെന്ന വിവരം ഇന്ത്യൻ എംബസി അറിയിച്ചു. റഹീമിന്റെ വീട്ടിലേക്ക് ഇന്നും നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ബാലികേറ മലയെന്ന് കരുതിയ 34 കോടി രൂപ സമാഹരിച്ചെങ്കിലും അബ്ദുൾ റഹീമിനെ നാട്ടിലെത്തിക്കാൻ ഇനിയും നിരവധി കടമ്പകളുണ്ട്. റഹീമിന് സംഭവിച്ച കൈയബദ്ധത്തെ തുടർന്ന് ജീവൻ നഷ്ടമായ സൗദി സ്വദേശിയായ 15-കാരന് നൽകാനുള്ള 34 കോടി രൂപ സമാഹരിച്ചെന്ന വിവരം റിയാദിലെ നിയമസഹായ സമിതി ഇന്ത്യൻ എംബസിയെ അറിയിച്ചു. ഇന്ന് തന്നെ സൗദി കുടുംബത്തിന്റെ അഭിഭാഷകനുമായി കൂടിക്കാഴ്ചയ്ക്കും സമയം തേടിയിട്ടുണ്ട്. കരാർ പ്രകാരമുള്ള തുക സമാഹരിക്കപ്പെട്ടുവെന്നും വധശിക്ഷ റദ്ദ് ചെയ്യണമെന്ന കുടുംബത്തിന്റെ സമ്മതം കോടതിയിൽ അറിയിക്കണമെന്നും ആവശ്യപ്പെടും. കോടതി അനുമതി ലഭിച്ചാൽ സമാഹരിച്ച 34 കോടി രൂപ ഇന്ത്യൻ എംബസി മുഖേന സൗദി കുടുംബത്തിന്റെ പേരിൽ ഇതിനായി മാത്രം തയ്യാറാക്കുന്ന അക്കൗണ്ടിലേക്ക് കൈമാറുന്നതാണ് പിന്നീടുള്ള നടപടിക്രമം. അതിനുശേഷം വധശിക്ഷ റദ്ദ് ചെയ്യുന്ന ഉത്തരവ് ഇറക്കണം. ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും ഫലപ്രദമായ ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്ന് റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി അറിയിച്ചു. മകനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അബ്ദുൾ റഹീമിന്റെ ഉമ്മ ഫാത്തിമ. ഇന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സാധാരണക്കാരായ നിരവധി പേർ റഹീമിന്റെ വീട്ടിലെത്തി. റഹീമിന്റെ മോചനത്തിനായുള്ള സ്വദേശത്ത കമ്മിറ്റിയും ഇന്ന് രൂപീകരിച്ചു. 34 കോടി രൂപ സമാഹരിച്ചെന്ന സന്തോഷ വാർത്ത എംബസി ഉദ്യോഗസ്ഥർ വഴി റിയാദിലെ ജയിലിലുള്ള റഹീമിനെ ഉടൻ നേരിട്ട് അറിയിക്കും. എന്നാൽ കോടതിയുമായി ബന്ധപ്പെട്ട നിരവധി നടപടിക്രമങ്ങൾ ബാക്കിയുള്ളതിനാൽ മോചനത്തിന് ഏറ്റവും ചുരുങ്ങിയത് 1.5 മാസമെങ്കിലും എടുക്കേണ്ടി വരുമെന്നാണ് കരുതുന്നത്.